അശ്വതി, ഇപ്പോഴും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് വി ഡി സതീശനോട് അടുത്ത് നിൽക്കുന്ന പ്രവർത്തകരും നേതാക്കളുമെല്ലാം തന്നെ ഇപ്പോഴും വീടിന് മുന്നിൽ നിൽക്കുന്നത്. നിരവധിയായ പ്രവർത്തകർ ഇനിയിപ്പോൾ വൈകുന്നേര സമയമായി സ്വാഭാവികമായും ജോലിയൊക്കെ കഴിഞ്ഞ പ്രവർത്തകരും സാധാരണ ആളുകളൊക്കെ തന്നെ വീട്ടിലേക്ക് എത്തിത്തുടങ്ങുന്ന സമയമാണ്. അവരൊക്കെ തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ എത്തുന്ന ഒരു സമയമാണിപ്പോൾ. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസം അവരിപ്പോഴും പുലർത്തുകയാണ്. ഹൈക്കമാൻഡ് തീരുമാനം ജനങ്ങൾക്ക് അനുകൂലമായിരിക്കും, തങ്ങൾക്ക് അനുകൂലമായിരിക്കും എന്നുള്ളത് തന്നെയാണ് അവർ പ്രതീക്ഷ വെക്കുന്നത്. യാതൊരു തരത്തിലും മറിച്ചൊരു തീരുമാനം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. കാരണം ഈ ഇത്രയധികം വലിയ വിജയം UDF സമ്മാനിച്ചത് ഇത് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലേ വി ഡി സതീശൻ എന്ന നേതാവിനെ മുൻനിർത്തി തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും മറിച്ചൊരു തീരുമാനം ഇത്തരത്തിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നൊരു പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവെക്കുന്നത്. വിവിധ മേഖലകളിൽ നിന്ന്, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്നുണ്ട്, എറണാകുളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നൊക്കെ തന്നെ നിരവധി പ്രവർത്തകർ ഇപ്പോൾ വി ഡി സതീശന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ജനങ്ങളല്ല, അതിനധികം ഒരു ജനസാഗരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വിവിധ മേഖലയിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട്, KSUവിന്റെ പ്രവർത്തകരുണ്ട്, മറ്റ് INTUസിന്റെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഉണ്ട്. സാധാരണ ജനങ്ങൾ, അതായത് സ്വാഭാവികമായും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തോട് അടുത്ത് ബന്ധം പുലർത്തി സർക്കാരിലേക്ക് അല്ലെങ്കിൽ സർക്കാരിനെ നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ എത്തണമെന്ന് വലിയ ആഗ്രഹത്തോടെ പ്രവർത്തിച്ച നിരവധി ആളുകളുണ്ട്. അങ്ങനെ അവരാരും തന്നെ കോൺഗ്രസിന്റെ മാത്രം പ്രവർത്തകരായിരുന്നില്ല. അങ്ങനെ നിന്ന സാധാരണ ജനങ്ങൾ അവരെല്ലാം തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ വി ഡി സതീശന്റെ വീടിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആ പ്രതീക്ഷകൾ എത്രത്തോളം ഹൈക്കമാൻഡിന് കാക്കാൻ കഴിഞ്ഞിട്ടു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും പ്രതീക്ഷകൾ വലിയ വാനോളം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. എങ്ങനെയാണ് ഞങ്ങൾ 100% പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. പ്രഖ്യാപനം വരുന്നത് നോക്കി ഏതായാലും വളരെ സന്തോഷത്തിലാണ്, ആത്മവിശ്വാസത്തിലാണ്. ഇതിപ്പോൾ സാധാരണ നിരവധിയായ പ്രവർത്തകർ ഇവിടെയുണ്ട്. അവർക്കൊക്കെ ഒരു ഘട്ടത്തിലൊരു നിർദ്ദേശം വന്നത് മാധ്യമങ്ങളുടെ കൂടുതലായി മറ്റു തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകരുതെന്ന നിർദ്ദേശം വി ഡി സതീശന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് നേരത്തെ നമ്മൾ കണ്ടതാണ്. കാരണം വലിയ തരത്തിൽ, അതായത് ഇവിടെ വലിയ പ്രവർത്തകർ തടിച്ചുകൂടിയപ്പോൾ തന്നെ അവർ വളരെ സംയമനത്തോടുകൂടി നിൽക്കുകയായിരുന്നു. മാധ്യമങ്ങളോടൊക്കെ തന്നെ അവരുടെ ഒരു പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് വരുന്നത് പിന്നീട് പക്ഷേ എത്തുമ്പോഴേക്കും വലിയ തരത്തിലുള്ള മുദ്രാവാക്യങ്ങളിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ വി ഡി സതീശന്റെ ആ വീടിനകത്ത് നിന്നൊരു നിർദ്ദേശം വരുന്നു. ഒരു തരത്തിലും മാധ്യമങ്ങളുടെ മറ്റു തരത്തിലുള്ള പ്രതികരണങ്ങൾ, നേതാക്കളെക്കുറിച്ചോ നിലവിൽ ഹൈക്കമാൻഡ് തീരുമാനങ്ങളെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകരുതെന്ന് കർശന നിർദ്ദേശം വന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ മുദ്രാവാക്യം വിളികളൊക്കെ തന്നെ അവസാനിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോഴും നിലവിൽ സംസാരിക്കുന്ന പ്രവർത്തകർക്ക് ചില നിർദ്ദേശങ്ങൾ അകത്തുനിന്ന് കൊടുക്കേണ്ട, ഒരു തരത്തിലും നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ട് നേതൃത്വത്തോട് ഏതെങ്കിലും തരത്തിൽ പ്രതികരണം നടത്തരുതെന്ന നിർദ്ദേശമാണ് പ്രധാനമായും നൽകുന്നത്. ഏതായാലും വലിയ പ്രതീക്ഷ, ഇത്തരത്തിൽ ചില നിർദ്ദേശങ്ങൾ വരുന്നത് സ്വാഭാവികമായും എന്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. നേരെ അൻഫിൽറ്റ് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രതീക്ഷകൾ കാത്തുകൊണ്ടുള്ള തീരുമാനമാണോ മറിച്ച് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കൂടിയാണ് അത്തരമൊരു നിർദ്ദേശം ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ഒരു വൈകാരിക പ്രകടനങ്ങളിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. കൂടുതൽ മുതിർന്ന നേതാക്കൾ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അവർ ചില നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെയാണ്. ഏതായാലും ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായും സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവർ രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ആളുകൾ ഉൾപ്പെടെ പറയുന്നത് ഈ വിജയം, UDFന്റെ ഈ 102 സീറ്റ് എന്ന് പറയുന്ന വിജയം, ആ വിജയത്തിന് അർഹനായ വ്യക്തി വി ഡി സതീശൻ തന്നെയാണ്. കാരണം അത്രയധികം താഴേക്ക് പോയൊരു സംവിധാനത്തെ, സംഘടനാ സംവിധാനത്തെ, ഒപ്പം തന്നെ മുന്നണി സംവിധാനത്തെ അതിനെ മുന്നിലേക്ക് കൊണ്ടുവരികയും അതിനെ ഈ ഇത്രയും കണ്ണിഞ്ചിപ്പിക്കുന്ന വിജയത്തിലേക്ക് എത്തുകയൊക്കെ ചെയ്തത് വി ഡി സതീശനാണ്. വി ഡി സതീശൻ മുന്നോട്ട് വെച്ച നിലപാടുകളാണ്, ഗ്യാരണ്ടികളാണ്, ഉറപ്പുകളാണ്. ആ ഉറപ്പുകൾക്ക് കിട്ടിയ അംഗീകാരമാണ്. സ്വാഭാവികമായും അങ്ങനെ ഒരു ഉറപ്പ്, ഒരു നേതാവിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഒരു ജനത മുഴുവനായി വോട്ട് ചെയ്ത ഇത്തരമൊരു സംവിധാനത്തിലെ കാര്യങ്ങൾ എത്തിച്ചപ്പോൾ സ്വാഭാവികമായും അവർ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ ജനങ്ങൾ കാത്തു നിൽക്കുന്ന ഒരു നിമിഷമാണ് കടന്നു പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വിവിധ മേഖലകളിൽ ഇപ്പോൾ സ്ത്രീകളടക്കം നിരവധി ആളുകൾ ഈ വി ഡി സതീശന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നേരത്തെ സൂചിപ്പിച്ചൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ പ്രതികരണങ്ങളിലേക്കോ വൈകാരിക പ്രതികരണങ്ങളിലേക്കോ പോകുന്നത്. ശരി, കെ പ്രശാന്താണ് വി ഡി സതീശന്റെ വീടിന് മുൻപിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രജിത്ത് ഉണ്ട്. രജിത്ത്, രമേശ് ചെന്നിത്തലയുടെ വീടിന് അവിടെയാണുള്ളത്. ക്ഷമിക്കുക രജിത്ത്, ഇപ്പോൾ വിമാനത്താവളത്തിലാണുള്ളത്, തിരുവനന്തപുരം വിമാനത്താവളത്തിലാണുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കൾ എത്തിച്ചേരുന്നുണ്ട്. 6:30 നേരത്തെ എത്തുമെന്നായിരുന്നു പ്രതീക്ഷ. ഇപ്പോൾ വിമാനത്താവളത്തിൽ രജിത്തുണ്ട്. രജിത്ത്, ഈ നേതാക്കളൊക്കെ തന്നെ ഇനിയും വരാനുണ്ട്. ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ വരുന്നുണ്ട്. പ്രതീക്ഷിച്ചിരിക്കുകയാണ്, കേരളം കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി ആരെ എന്നുള്ളത്.